നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഒരു പാനിക് സെല്ലിങ്ങിന് ചെറിയ രീതിയിലൊരു വിരാമമായി. ഇന്നലെ അതിന് തുടക്കം കുറച്ചു. ഇന്ന് വീണ്ടും ഷോ കണ്ടിന്യൂ ചെയ്തു. ഇന്നലെ ഇൻട്രാഡേ ലോയിൽ നിന്ന് നിഫ്റ്റി 250 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഏകദേശം ഒരു 130 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. അതും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സഹായം ഇല്ലാതെ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു ടാറ്റ മോട്ടോഴ്സിൽ ഭീകരമായിട്ടുള്ളൊരു സെൽ ഓഫ്. 2 ദിവസം മുമ്പ് L&Tയിൽ ഭീകരമായിട്ടുള്ള സെൽ ഓഫ്. ഇന്ന് അങ്ങനെ സെൽ ഓഫോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ടാറ്റ മോട്ടോഴ്സ് ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള M&M, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സഹായവും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കുതിപ്പിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഗ്ലോബൽ മാർക്കറ്റ് ഇനി ഫർദറായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ന് വൈകിട്ട് US നിന്ന് ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. അതിൻ്റെ ഒരു കമൻറ്റ്, അതല്ലെങ്കിൽ നാളെ US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അതെന്താകുമെന്നുള്ള രീതിയിലാണ് ഇനി ഗ്ലോബൽ മാർക്കറ്റ് മൂവ് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്നലെ വന്നു. അത് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വന്നതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൻ്റെ റാലിയിൽ ഇന്നലത്തെ ആ ഒരു ഡേറ്റ പങ്കാളിയായിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്നലെ നമ്മുടെ ഹോം മിനിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഇന്ന് മാർക്കറ്റിൻ്റെ കുതിപ്പിന് സഹായകമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട്. ഉപഭോക്തൃ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ 13 മാസത്തെ ഹൈ ആണ് വന്നിട്ടുള്ളത്. മേ ബി അത് നെഗ്ലക്റ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയേക്കാം. പക്ഷേ ഇന്ന് വൈകിട്ട് വരുന്ന ജെറോം പവലിൻ്റെ സ്പീച്ച് മേ ബി ഇതിന് ഒരു വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒന്നാണ്. മാർക്കറ്റിന് സ്വാഭാവികമായിട്ട് ഇന്ന് M&M അല്ലെങ്കിൽ ഹീറോ മോട്ടോ കോർപ്പും തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റിയുടെ റാലിക്ക് സഹായകമായിട്ടുണ്ട്. റെയിൽവേ സ്റ്റോക്കുകളായിട്ടുള്ള IRFC, ഐക്കോൺ അല്ലെങ്കിൽ റെയിൽടെൽ തുടങ്ങിയ കമ്പനീസും റാലി രേഖപ്പെടുത്തി. BSEയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് 3 ലക്ഷം കോടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ന് വന്നിട്ടുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ മാത്രമാണ് ഒരു ചെറിയ രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കേണ്ട ഒരു ഘടകമുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അതേ റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. 22,160. അതിനുശേഷം 22,080 ലോ ക്രിയേറ്റ് ചെയ്തു. ആ ലോയിൽ നിന്ന് 191 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി നിഫ്റ്റി 22,200 മുകളിൽ ക്ലോസ് നടത്തിയപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 113 പോയിൻറ്റും സെൻസെക്സ് 328 പോയിൻറ്റും ബാങ്ക് നിഫ്റ്റി എന്നാൽ അത്ര വലിയ രീതിയിലുള്ള ഒരു കുതിപ്പൊന്നും ഇന്ന് നടത്തിയിട്ടില്ല. നിഫ്റ്റിയുടെ ആ ഒരു റാലിക്ക് പ്രൊപ്പോർഷനായിട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല. 100 പോയിൻറ്റ് മാത്രമാണ് മൂവ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് അദാനി എൻ്റർപ്രൈസസ് കമ്പനി 6%, M&M 4%, ഹീറോ മോട്ടോ കോർപ്പ്, L&T, JSW സ്റ്റീൽ തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തി. ഇന്ന് സ്റ്റീൽ സെക്ടർ 2% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക സ്റ്റീൽ സെക്ടറിലുള്ള കമ്പനീസും നേട്ടമുണ്ടാക്കി. ഇന്ന് ഫോൾ ആയിട്ടുള്ളത് ഇന്നലത്തെ ശക്തമായ റാലി രേഖപ്പെടുത്തിയിട്ടുള്ള സിപ്ലയിൽ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 4% ഫോള്. നെസ്ലെ, TCS, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനീസ് ഫോൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫാർമ സെക്ടറിലുള്ള കമ്പനീസ് ആയിട്ടുള്ള ഡോക്ടർ റെഡ്ഡിയും സിപ്ലയും ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. കൂടാതെ FMCGയിലെ നെസ്ലെയും ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $1,423 പെർ ഡോളറാണ്. ഇന്ന് ഫോളായി 61,652 ഇപ്പോൾ നിഫ്റ്റി ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ഉള്ളത്. തൊട്ട് താഴെയുള്ളത് ഗോൾഡാണ്. $10 പെർ ഔൺസിന് ഉയർന്ന് 2,347 ആയിട്ടുണ്ട്. ബ്രന്റ് ഓയിൽ $83 പെർ ബാരൽ. ആദ്യ ബാച്ചിലുള്ള ഓസ്ട്രേലിയ, ചൈന റെഡിലടച്ചു. കൊറിയ, ജപ്പാൻ ഗ്രീനിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്, എന്നാൽ ഫ്ലാറ്റാണ്. ഇന്ന് ഇന്ത്യ ഫിക്സ് 1.97% ഫോൾ ഉണ്ടാക്കി 20 എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് നമുക്ക് കാണാം ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. ജെറോം പവലിൻ്റെ സ്പീച്ച് ഇന്ന് വൈകിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിൽ ഉള്ള ആ ഒരു കമൻറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഇനി യൂറോപ്യൻ US മാർക്കറ്റിന് മുന്നോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ പോകാനായിട്ട് ട്രിഗർ ആകുന്നത്. കൂടാതെ തന്നെ നാളെ US ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അത് ലോകത്തിലെ എല്ലാ മാർക്കറ്റും കാത്തിരിക്കുന്ന ഒരു ഈവൻ്റാണ്. ഈവൻ ഇന്ത്യൻ മാർക്കറ്റിന് ഉൾപ്പെടെ ഈവൻ ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ലോക്കൽ ക്യൂസിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ കൂടിയും US ഇൻഫ്ലേഷനെ മാറ്റി നിർത്തിയിട്ട് യാതൊരു കാര്യവും ഒരു മാർക്കറ്റിനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ PCR ഏറ്റവും ടോപ്പിൽ കാണാം. 0.78 ആണ്. 1ൽ താഴെയാണ്. സ്റ്റിൽ സ്ലൈറ്റ്ലി ബീറിഷ് മോഡലാണ് ഉള്ളത് ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ട് തന്നെ
ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടായിട്ടുള്ള 47,900 തൊട്ടുപ്പുറമുള്ള 48,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 48,500 അടുത്ത റെസിസ്റ്റൻസ് സോൺ, 47,500ഉം 47,000 സപ്പോർട്ട് സോൺ ഉള്ളത്, 48,000ഉം 48,500 റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റിൻ്റെ കുറച്ച് ന്യൂസുകൾ നോക്കാം. ഈ നമ്മളുടെ കൊച്ചിയുടെ നമ്മുടെ ഓഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ്, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്, 2 ടൈപ്പ് ക്ലാസ്സാണ് ഓഫ്ലൈനിലുള്ളത്. ഇതേ ക്ലാസ് തന്നെ ഓൺലൈനും ഉണ്ട്. അപ്പോൾ ഗൾഫിലുള്ള ആളുകൾക്ക്, വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ഇവിടെ വരാൻ പറ്റുന്ന ആളുകൾക്ക് ഓഫ്ലൈനായിട്ടും പഠിക്കാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അറിയിക്കാം. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ബജാജ് ഇലക്ട്രിക്കലാണ് നെറ്റ് പ്രോഫിറ്റ് 51 നിന്ന് 29 കോടി രൂപയിലേക്ക് ചെറുതായിട്ട് കുറഞ്ഞു. കമ്പനി 3 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സഫാരി ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 38 നിന്ന് 43 ഉയർന്നു. അപ്പാർ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 243 നിന്ന് 236 ചെറുതായിട്ട് കുറഞ്ഞു. കമ്പനി 51 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. BSF ഇന്ത്യ കമ്പനി 82 നിന്ന് 160 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. SML ഇസൂസു കമ്പനി, ഇവരുടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ് ഇസൂസു ഫർദറായിട്ട് $30 മില്യൺ SML ഇസൂസുവിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനമായിട്ടുണ്ട്. PVR ഇനോക്സ് കമ്പനി 330 കോടി രൂപ ലോസിലായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തവണയും ലോസാണ് ഉള്ളത്, 130 കോടി രൂപ ലോസാണ് ഉള്ളത്. പക്ഷേ ലോസ് ഏകദേശം പകുതിയായിട്ടൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. റവന്യൂ 10% വർദ്ധിച്ചു. രാമരത്ന വയർ കമ്പനി 15 കോടി രൂപയിൽ നിന്ന് 17 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. നീൽക്കമൽ കമ്പനി 48 നിന്ന് 35 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. നീൽക്കമൽ പ്ലാസ്റ്റിക് ചെയറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. കമ്പനി 20 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ജുബിലൻ്റ് ഇൻഗ്രവിയ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 52 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. കൂടാതെ തന്നെ ആന്ധ്ര പേപ്പർ കമ്പനി 150 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സൂര്യരോഷിനി കമ്പനി LED ബൾബിൻ്റെ എല്ലാം തന്നെ നിർമ്മാതാക്കളാണ്. 156 കോടി രൂപയിൽ നിന്ന് 100 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സഫാരി ഇൻഡസ്ട്രീസ് കമ്പനി 38 കോടി രൂപയിൽ നിന്ന് 43 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. മാട്രിമോണി കമ്പനി 11 കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രോഫിറ്റ്. ഈ തവണയും 11 കോടി രൂപ, പ്രോഫിറ്റ് ഫ്ലാറ്റാണ്. കമ്പനി 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സൈഡസ് കമ്പനി 145 നിന്ന് 150 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ദേവയാനി കമ്പനി KFC ചിക്കൻ്റെ എല്ലാം തന്നെ ഇന്ത്യയിലെ പ്രൊമോട്ടേഴ്സാണ് ദേവയാനി. അപ്പോൾ കമ്പനി ലോസാണ്, 7 കോടി രൂപ ലോസ് ഉണ്ടാക്കി. ഗണേഷ് ഹൗസിംഗ് കമ്പനി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. കമ്പനി 46 കോടി രൂപയിൽ നിന്ന് 112 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. കമ്പനി 11 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കിർലോസ്കർ ബ്രദർ കമ്പനി ഇവർ 100 കോടി രൂപയിൽ നിന്ന് 150 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. ഇനി മറ്റുള്ള ഡീറ്റെയിൽസുകൾ, ഡിവിഡൻഡ് മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വെബ്സൈറ്റ് bismate.com എന്ന് പറയുന്ന നമ്മളുടെ ഡൊമൈനിൽ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ എല്ലാ ഇൻഫർമേഷൻസും അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്കൊരു ടെലഗ്രാം ചാനലും ഉണ്ട്, അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. പേര് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട. ടെലഗ്രാമിൽ ഒരുപാട് സ്പാം ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇനി ഇന്നത്തെ മാർക്കറ്റിനെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് പൊതുവേ കണ്ടത്? നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് റാലി തുടരുന്നുണ്ട്. കൂടാതെ തന്നെ 22,000 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തത് നമ്മൾ കണ്ടു. കൂടാതെ നമ്മൾ കണ്ടത് ഇന്ത്യ വിക്സ് ഉയർന്നു പോകുന്നുണ്ട്, 20ലേക്ക് എത്തി. എന്നാൽ ഇന്ന് ഇന്ത്യ വിക്സിൽ ഒരു സ്പൈക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൂടാതെ ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് വരാനുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ട് വരെ ഇന്ത്യ വിക്സിൽ വലിയ ഒരു ഫോളോ ഒന്നും ഉണ്ടാവില്ല, ഒരു 18 മുകളിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. ഇന്ന് നമ്മുടെ ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു, അത് 13 മാസത്തെ ഹൈ ആണ്. ഇന്ന് വൈകിട്ട് ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ട്, നാളെ US ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അതാണ് മൊത്തത്തിലുള്ള ഗ്ലോബലിൽ നടക്കുന്ന വലിയൊരു ഇവൻറ്റ്. അപ്പോൾ മാർക്കറ്റിനെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബോട്ടം ബൈയിങ് ആണ് കണ്ടത്. കാരണം ഇന്ന് റെയിൽവേ സ്റ്റോക്കുകളിൽ ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ അദാനി എൻ്റർപ്രൈസസിലെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ LNT പോലെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഇടിഞ്ഞ സ്റ്റോക്കുകളിൽ ഫ്രഷ് ആയിട്ടുള്ള ബൈയിങ് കണ്ടു. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഇടിയുന്നത് ഒരു അവസരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. എന്നാൽ നിഫ്റ്റി 18,000 എത്തുമോ എന്ന് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവിടെ എത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും
എത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പല തരത്തിലുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വ്യൂസ് ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് കോൺക്രീറ്റായിട്ട് ഇതിനെക്കുറിച്ചൊരു മാർക്കറ്റിന് മുന്നോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ എന്ന് പറയാനൊക്കെ ആയിട്ട് വളരെയധികം ഡിഫിക്കൽട്ടാണ്. മാർക്കറ്റിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ച് പോകുക. ഇന്ന് ഒരു കാര്യം ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ന്യൂസ് കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫിൻനിഫ്റ്റിയിലെ ഇന്നൊരു വളരെ വലിയൊരു രീതിയിലുള്ള സ്പൈക്ക് നടന്നു. ഫിൻനിഫ്റ്റിയിൽ ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ എല്ലാം തന്നെ പ്രീമിയം ഏകദേശം 4 മടങ്ങ് ഉയർന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകും. അതും സൂക്ഷിക്കുക. നാളെ രാവിലെ 7 മണിക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.